അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഈ ഒയാസിസ് കമ്പനിയെ പാലക്കാട്ടേക്ക് CPIM ക്ഷണിച്ചു കൊണ്ടുവരുമ്പോൾ അത് BJP-യുമായുള്ള ബാന്ധവത്തിൻ്റെ മറ്റൊരു തെളിവാണ് എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യറാണ്. കാരണം BJP-യുടെ സഖ്യകക്ഷിയായിരുന്ന, അതായത് NDA-യിൽ സഖ്യകക്ഷിയായിരുന്ന അകാലിദൾ MLA-യുടേതാണ് ഈ ഒയാസിസ് ബ്രൂവറീസ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അതുകൊണ്ട് തന്നെ BJP-യുടെ ഉന്നത നേതൃത്വമായും UP മുഖ്യമന്ത്രിയുമായും ഒക്കെ അടുത്ത ബന്ധമുള്ള ഒയാസിസ് കമ്പനിയെ ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നതിലൂടെ CPM BJP ബാന്ധവം തെളിയുകയാണ് എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. നിങ്ങൾ ഒയാസിസിന്റെ വരവിനെ എത്ര കണ്ട് എതിർക്കുന്നുണ്ട്? ഈ മദ്യ നിർമ്മാണ കമ്പനി പാലക്കാട്ടേക്ക് വരുന്നത് വികസനത്തിന്റെ ഭാഗമാണ് എന്ന് സർക്കാർ പറയുമ്പോൾ BJP അത് ആ നിലയ്ക്ക് സ്വീകരിക്കാൻ തയ്യാറാണോ? ഗോപീകൃഷ്ണ, വഴിയെ പോണ എല്ലാ കാര്യത്തിനും BJP ബാന്ധവം എന്ന് പറഞ്ഞ് അതിലേക്ക് എന്തെങ്കിലും ആരെങ്കിലും എവിടേക്കെങ്കിലും പറഞ്ഞാൽ അത് കണക്ട് ചെയ്തിട്ട് ചർച്ച ചെയ്യാൻ എന്നോട് ചോദിക്കണ്ട. വളരെ കൃത്യമായിട്ട് BJP ഇത് നിലപാട് നിങ്ങളുടെ 24 ചാനലിന്റെ പാലക്കാട് റിപ്പോർട്ടർ വെച്ച് നോക്കി. BJP അത് കൃത്യമായിട്ട് തന്നെ അവിടെ സമരത്തിലുണ്ട്. എന്താണ് BJP എതിർക്കുന്നത്? BJP അവിടെ ഭൂഗർഭ ജലത്തിന് ദോഷം വരികയും അവിടുത്തെ ചിറ്റൂർ ബ്ലോക്ക്, ഗോപികൃഷ്ണ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പഠിക്കണം. ചിറ്റൂർ ബ്ലോക്കിലെ 2015 ഇതേപോലെ തന്നെ ഒരു വിഷയം വന്നപ്പോ അന്ന് കൃത്യമായി എതിർത്തത് വേണ്ടാന്ന് വിചാരിച്ചതാ. പിന്നെ 98-ൽ 5 ഡിസ്റ്റിലറീസിന് ഒരു അനുവാദം കൊടുത്തിരുന്നു. അപ്പൊ ഡിസ്റ്റിലറി കിട്ടാത്ത കുറെ കമ്പനികൾ, ഏകദേശം 10ഓളം കമ്പനികളെന്നാണ് എന്റെ വിശ്വാസം, കോടതിയിൽ പോയ സമയത്ത് അന്നത്തെ ടാക്സ് സെക്രട്ടറി ആയിരുന്ന ശ്രീ വിനോദ് റായുടെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്തി. വിനോദ് റായ് കമ്മീഷൻ പഠനം നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഇവിടെ ഡിസ്റ്റിലറിയുടെ ആവശ്യം കേരളത്തിലില്ല. അങ്ങനെ അത് കൃത്യമാക്കി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ കുറിച്ചുള്ള അപേക്ഷകളൊന്നും പിന്നീട് സ്വീകരിച്ചില്ല. പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് വീണ്ടും ഒരു ശ്രമം നടത്തി തുടങ്ങിയത്. ആ ശ്രമം നടത്തി തുടങ്ങിയ സമയത്ത് എതിർപ്പ് വന്നപ്പോൾ ഋഷിരാജ് സിംഗ് കമ്മിറ്റി വന്നു. ഋഷിരാജ് സിംഗ് കമ്മിറ്റി വന്ന് പഠിച്ചു എന്നും ഇന്ന് ഈ നിമിഷം വരെ കേരളത്തോടും പറഞ്ഞിട്ടില്ല, നിയമസഭയിലും വെച്ചിട്ടില്ല, ഒരു കാരണവശാലും ഒരു ആളുകളുടെ അടുത്തും ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പിന്നെ ഒരു തിടുക്കം പിടിച്ച് ഇത്ര പെട്ടെന്ന് ഒരു കമ്പനിയെ സാങ്ഷൻ ചെയ്ത്, നിങ്ങൾ നോക്ക് ഇതിന്റെ ഓർഡർ വായിച്ചു നോക്ക് ചേട്ടാ. ഓർഡറിൽ കൃത്യമായി പറഞ്ഞു 0 യൂണിറ്റ് ഡിസ്ചാർജ് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയിട്ടതാണെന്നും പരിസ്ഥിതി മന്ത്രാലയം അനുശാസിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുമെന്നും ഈ പ്രൊജക്ടിന് ആവശ്യമായ ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടെന്നും നിലവിലെ നിയമപ്രകാരം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു PR ഏജൻസി പോലെ അവരുടെ ഒരു യൂണിറ്റ് പ്രവർത്തിച്ച് ഇറക്കുന്നത് പോലെയാണ് ഗവൺമെന്റ് ഓർഡർ ഇറക്കിയത്. ജയതിലകൻ IAS അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗവർണറുടെ ഉത്തരവ് പ്രകാരം എന്നും പറഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ള എക്സൈസ് കമ്മീഷണർ തിരുവനന്തപുരം, അങ്ങനെ എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ അനുസരിച്ചുള്ള ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന ആളുകൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ ചെന്നപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയല്ല ചെയ്തത്, കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന 10 ദശലക്ഷം ലിറ്റർ വെള്ളം അതിൽ നിന്ന് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവർ ഇന്ന കാര്യത്തിനാണ് എന്ന് പറഞ്ഞില്ല. പിന്നെ ഇവർ ഇന്ന് എന്താ പറഞ്ഞ 5 ഏക്കറിൽ റെയിൻ വാട്ടർ എന്ന് പറഞ്ഞ മഴവെള്ള സംഭരണി ഉണ്ടാക്കും. 24 ഏക്കർ ഇടുന്നതോടെ 24 ഏക്കറിൽ 5 ഏക്കർ ഇതിന് മാറ്റിവെച്ചാൽ സ്വാഭാവികമായിട്ട് 6 ഏക്കറോളം വേണം ഇവരുടെ 0 ഡിസ്ചാർജ് പരിപാടി നടത്തണമെങ്കിൽ. അതും കഴിഞ്ഞാൽ ഇവർക്ക് ഇത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പറയുന്നത്. ഈ 5 ഏക്കറുള്ള മഴവെള്ളം കൊണ്ട് നടക്കുന്നതാണ് പറയുന്നത്. 8 ലക്ഷം കപ്പാസിറ്റിയാണ് അവർ പറയുന്നത്, കേസിംഗ് എന്ന് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സ്പിരിറ്റിന്റെ, അത് കഴിഞ്ഞാൽ എത്തനോള്, ഇതൊക്കെ അടക്കം ഏകദേശം 30 ലക്ഷം ലിറ്റർ വെള്ളം വേണം ഒരു ദിവസം. അങ്ങനെ ഇൻറ്റു 30 ദിവസം ഇൻറ്റു ഒരു കൊല്ലം, ഒരു ആനുവൽ എത്ര കോടി ലിറ്റർ വെള്ളം വേണമെന്ന് ചോദിച്ചാൽ ഇതൊന്നും പാലക്കാട് ചിറ്റൂർ ബ്ലോക്കിന് സാധ്യമില്ല. അവിടെ രണ്ടാം വെള്ളം തന്നെ ആശ്രയിക്കുന്നത് ആളിയാർ തമിഴ്നാടിന്റെ വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ് വെള്ളം നിന്ന് പോകുന്നത്. അവിടെയാണ് ഇവർ ഈ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തെളുപ്പള്ളി പഞ്ചായത്തിന്റെ സെക്രട്ടറി ഏറ്റവും വലിയ കള്ളനാണ് അയാൾ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. അദ്ദേഹം എന്താ പറഞ്ഞത്, ചീഫ് സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 6 മാസം മുൻപ് നടത്തിയിട്ടുള്ളൊരു യോഗമുണ്ട്. ആ യോഗത്തില് അദ്ദേഹം പങ്കെടുത്തിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു ഉത്തരേ, എന്താ ഇവിടെ ആർക്കെങ്കിലും പരാതി ഉണ്ടോ? അപ്പൊ ആ വ്യക്തി പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇവിടെ ആർക്കും പരാതിയില്ല. അങ്ങനെയാണോ? ഇതേപോലെ ഒരു വിഷയം വരുമ്പോൾ, ആ നാടിന്റെ ജലസ്രോതസ്സിന് ദോഷം വരുന്ന ഒരു വിഷയം വരുമ്പോൾ, സമൂഹത്തിന് പ്രയാസം വരുന്ന ഒരു വിഷയം വരുമ്പോൾ, താരതമ്യേന മഴ കുറവുള്ള ചിറ്റൂർ പ്രദേശത്തെ കൃത്യമായിട്ട് അറിയുന്ന ഒരു സെക്രട്ടറി, ആ ബ്ലോക്ക് പ്രദേശത്ത് കൃത്യമായി അറിയുന്ന ഒരു സെക്രട്ടറി എന്താ ഇങ്ങനെ തീരുമാനം പറയാ? പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇതേ സ്ഥലത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തില് ഒരു ഡിസ്റ്റിലറി 4 വർഷമായിട്ട് അവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, വെള്ളത്തിന് വേണ്ടിയിട്ടും ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടിയും. ആ ഡിസ്റ്റിലറിയുടെ പേരെന്താണെന്നറിയോ? മലബാർ ഡിസ്റ്റിലറി എന്നാണ്. എന്താ അവർക്ക് ഈ ആവേശം അതിന് കാണിക്കാഞ്ഞത്? അത് കഴിഞ്ഞ കഞ്ചിക്കോടുള്ള NT ഗ്രൂപ്പിന്റെ, NT പുരുഷോത്തമൻ എന്ന് പറയപ്പെടുന്ന NT ഗ്രൂപ്പിന്റെ കേരള ഡിസ്റ്റിലറി, അവരും 4 വർഷമായിട്ട് ഇതേപോലെ തന്നെ വെള്ളത്തിന് വേണ്ടിയിട്ടും ലൈസൻസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 36,85,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള
കമ്പനികൾ, ഡിസ്റ്റിലറീസ് ഇന്ന് നിലവിൽ കേരളത്തിലുണ്ട്. അത് 3 ക്ലോസ് ചെയ്തത് കഴിച്ചാൽ 19,35,000 ലിറ്റർ മാത്രമാണ് ഇപ്പൊ അവിടെ ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 53% മാത്രമാണ് നിലവിലുള്ള കേരളത്തിലെ ഡിസ്റ്റിലറീസിൽ നിന്ന് കിട്ടുന്നത്. അവിടുത്തെ തൊഴിലില്ലായ്മ, അവിടുത്തെ ആളുകൾക്ക് പ്രയാസം അനുഭവിക്കുന്നത് പരിഹരിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? അപ്പൊ എന്താണ് മന്ത്രി പറഞ്ഞത്? ഇവരെല്ലാവരും പുറത്തുനിന്നാണ്, 8% മാത്രമേ ഇവിടെയുള്ളൂ, ബാക്കിയുള്ളവൻ പുറത്തുനിന്നാണ് മദ്യം കൊണ്ടുവരുന്നത്, അതുകൊണ്ട് തന്നെ നികുതി പ്രശ്നം ഉണ്ടാവും. പക്ക നുണയാണ്. ഒരു നികുതി പ്രശ്നം അവിടെ ഉണ്ടാവില്ല. ഇത് സർക്കാർ ഈ പരിപാടിയൊക്കെ ബൈ ഇലക്ഷന്റെ മറവിൽ കൃത്യമായിട്ട് ചട്ടപ്പെട്ട ഒന്നല്ല ഒപ്പിട്ട് കൊടുത്തിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ ചോന്ന നാടുകൾ ഇങ്ങനെ തുറക്കുകയായിരുന്നു, ഷട്ടർ തുറക്കണേ. എന്താ അതിന്റെ അടിസ്ഥാനം? കൃത്യമായിട്ടുള്ള അഴിമതിയുണ്ട് എന്ന് തന്നെയാണ്. ആ നാടിനെ ഇത് താങ്ങാനുള്ള വ്യവസ്ഥയില്ല. റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആ അരി പാലക്കാടിലുണ്ടെന്നാണ് ഇവർ പറയണത്. എന്ത് വിഡ്ഢിത്തരമാണ് ഇവർ പറയുന്നത്? ഇവിടെ കേരളത്തിൽ തന്നെ അരി കഴിക്കാനായിട്ട് തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും ഒറീസയുടെയും ആസാമിനെയും ആശ്രയിച്ചിട്ടാണ് ഇവിടെ അരി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നീ പാലക്കാട്ടത്തെ ആ റോ മെറ്റീരിയൽ കപ്പയ്ക്കൊപ്പം അരിയും ഒക്കെ അവിടെ നിന്ന് ഉപയോഗിച്ച് കർഷകനെ സംരക്ഷിക്കാമെന്നാണ് പറയുന്നത്. രണ്ടാം വിളയ്ക്ക് അളിയ ഡാമെന്ന് വെള്ളം എത്തിക്കാൻ സാധിക്കാത്ത സർക്കാരിന്റെ അടിസ്ഥാനത്തിൽ ചിറ്റൂർ ബ്ലോക്കിനകത്ത് പാടം കത്തിച്ച കർഷകനുള്ള സമയത്താണ് ഈ അഭ്യാസം നടത്തുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കൃത്യമായി അഴിമതിയുണ്ട് എന്നുള്ളത് ഒരു സംശയവും വേണ്ട. എന്താണ് ഇവർക്ക് ഇത്ര തിരക്ക്? എക്സൈസ് വകുപ്പ് മന്ത്രി വളരെ സ്പീഡിലാണല്ലോ അങ്ങ് CPI ഓഫീസിലേക്ക് പോകുന്നു, അങ്ങ് ഇതിനകത്ത് അവർ പറയുന്നത് ഒന്ന് കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യാസം, ഉപയോഗശൂന്യമായ അരി, അതുപോലെ ചോളം, പിന്നെ പച്ചക്കറി വേസ്റ്റ്, അതുപോലെ മരച്ചീനി, സ്റ്റാർച്ച്, ഇതൊക്കെയാണ് മദ്യനിർമ്മാണത്തിന്റെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കാൻ പോകുന്നതെന്നാണല്ലോ സർക്കാർ പറയുന്നത്. ശരിയെന്നേ, സർക്കാർ കാർഷിക മേഖലയെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ സാമാന്യന അരിഭക്ഷണം കഴിക്കുന്ന ഗോപികൃഷ്ണൻ അത് അംഗീകരിക്കുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, 20 ഡിസ്റ്റിലറീസ് നിലവിലുണ്ട്. അത് യുണൈറ്റഡ് ഡിസ്റ്റിലറീസ് ചേർത്തലയും പാലക്കാടും അടക്കമുള്ളത്, മീനാക്ഷിപുരത്ത് അടക്കമുള്ളത് പൂട്ടിയിട്ടിരിക്കുന്നു. 36,85,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള കമ്പനികൾ നിലവിൽ ഉണ്ടാക്കുന്നത് 19,35,000 മാത്രമാണ്. 53% മാത്രമാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അവിടെ ഇത്ര ജനങ്ങൾക്ക്, ഏകദേശം ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഈ ഉൽപാദനം കൂട്ടിയിട്ട് പ്രവർത്തനം നടത്തുകയാണോ വേണ്ടേ? ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള കൊഴിഞ്ഞാമ്പാറയും ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള കഞ്ചിക്കോടും ഇപ്പോഴും വെള്ളത്തിനും ലൈസൻസിനും വേണ്ടി കാത്തിരിക്കുന്ന മലബാറും കേരളയ്ക്കും ഇവർക്ക് കൃത്യമായിട്ടുള്ള 4 വർഷം കാത്തിരിക്കാതെ ഈ 2 ആഴ്ചയിലെ പദ്ധതി പ്രകാരം അവരുടെ പ്രശ്നം എന്താണെന്ന് പരിഹരിച്ച് അവർക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി കൊടുക്കുകയാണോ വേണ്ടേ? അത് പുതിയ ഒരുത്തരം, നേരത്തെ ബഹുമാനായിട്ട് ശ്രീ ജിൻഡോ ജോൺ പറഞ്ഞ പോലെ പഞ്ചാബിലും വേഷം കെട്ട് കാണിച്ച് ജനങ്ങളെ ഓടിച്ച് കൃത്യമായിട്ട് നടപ്പിലാക്കാതെ എല്ലാവിധ തട്ടിപ്പ് പരിപാടികളുള്ള ഈ കമ്പനിയെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് സ്പീഡായിട്ടുള്ള കാര്യങ്ങൾ നടത്തി 2023 ഇവര് ടെൻഡറിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇവർ കൃത്യമായിട്ട് അതിന്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നേ. എലപ്പള്ളി പഞ്ചായത്തില് ഒരു അഡ്രസ്സിന്റെ പേരുണ്ട് ഇവരുടെ. ആ അഡ്രസ്സ് പ്രകാരം കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നോംസ് പ്രകാരം ആ അഡ്രസ്സിൽ ഇവർ ടെൻഡറിൽ പങ്കെടുത്താൽ ആ അഡ്രസ്സ് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. വെങ്ങോലി, എലപ്പള്ളി പഞ്ചായത്ത് വെങ്ങോലി എന്ന അഡ്രസ്സിലാണ് ഇവർ ടെൻഡറിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പൊ 650 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഈ അഡ്രസ്സിൽ അവർ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് സർക്കാരിന്റെ വാക്കാലുള്ള ഉറപ്പ്, ധൈര്യമായിട്ട് ഇരുന്നു കൊള്ളുക എന്ന് പറഞ്ഞ ഉറപ്പ് കിട്ടാതെയാണ് ഇവർ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഇതിനകത്ത് തെളിവ്, രേഖകൾ എന്നൊന്നും പറയണ്ട. ഇത് പ്രഥമ ദൃഷ്ട്യ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കള്ളത്തരവും അഴിമതിയും ഇതിന്റെ പുറകിൽ നല്ല സാമ്പത്തിക ലാഭവും ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു തരത്തിലുള്ള പേപ്പറിന്റെയും ഇത് വേണ്ട. സാമാന്യ ബുദ്ധി സമൂഹത്തിനുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും.